അപ്പോൾ ഇന്ന് എൻ്റെ ശൈലയുടെയും 3ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ. അപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് ഗിഫ്റ്റ് ഒന്നും ഇല്ലാന്ന് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് കൂടെ പ്ലാൻ ചെയ്താണ്. പക്ഷേ ഞാൻ ഓൾറെഡി ഒരു ഗിഫ്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ടാബ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ പ്രശ്നത്തെ പോലെ നമ്മുടെ ആൽവിൻ സാറാണ് മേടിച്ചു തന്നത്. ഫെബിൻ ആണ്, ഫെബിൻ എന്ന് പറയുന്ന ഒരു കൂട്ടാനാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ ടാബ് മേടിച്ചു, പെൻസിൽ മേടിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ പെൻസിൽ മാത്രം കൊടുക്കും. അവളുടെ ഫോണിൽ ഈ സാധനം വറക്കാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഈ പെൻസിൽ കൊടുത്തിട്ട് ഞാൻ പറയും 12,000 രൂപയുടെ പെൻസിലാണ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ പുള്ളിക്കാരത്ത് വറക്കാത്തതുകൊണ്ട് ടെൻഷനൊക്കെ കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ ടാബും കൂടെ കൊടുത്തൊന്ന് സർപ്രൈസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിത് മേടിക്കാൻ വേണ്ടി കൊല്ലത്താണ് പോയത് കേട്ടോ. കൊല്ലത്തുനിന്ന് പോയിട്ട് വരുന്ന വഴിയാണ്. ഏകദേശം 3.5 മണിക്കൂറിനുള്ളിൽ അങ്ങോട്ട് ഡ്രൈവ് ഉണ്ട്. ഇപ്പോൾ തിരിച്ച് ഞാൻ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ ഇത് കാറിൽ ആദ്യം നമുക്ക് മാറ്റി വിളിപ്പിച്ച് നോക്കാം. എന്താ സർപ്രൈസ്? ഓടോ എന്നെ കളിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ? ശരി, എൻ്റെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് പറ്റിക്കാൻ പോവല്ലേ ഉമ്മ. മൊബൈലിൽ വരയ്ക്കാം. പ്രോഡക്റ്റ് നോക്കി ഇവിടെ ഏതാ നോക്ക്. ഇത് എടുത്തിട്ട് വാ, ഇതെടുത്തിട്ട് ഫോൺ എടുത്തിട്ട് വാ. അയ്യോ മാങ്ങ കടിച്ചിടം, നിന്റെ പല്ല് പോടാ. ഫോൺ എടുത്തിട്ട് വാ, നോക്കട്ടെ വർക്കാവും നോക്കട്ടെ. അത് ഒത്തിരി പൈസ കിട്ടും. അത് അമ്മ അമ്മ നൈസായിട്ട് ഇവനെ കടിച്ചങ്ങ് തിന്നുന്നുണ്ട്. അമ്മ പോകണം, എവിടെ പോവാം? അന്ന് അമ്മൻ്റെ കൊടുക്കും. അന്ന് അമ്മൂസ് പിടിച്ചോനെ. ഇത് നമ്മളുടെ കൊണ്ടുവരും. ശാരിയുടെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് കേട്ടോ. പേന, വെറൈറ്റി പേന. പിടിച്ച അമ്മോനെ. അമ്മ വേണ്ട വേണ്ട വേണ്ട, എന്നാ അവൻ്റെ കൈ കൊടുത്തേക്ക്. എടാ പിടിക്കടാ, മേടിക്കാൻ മോനെ അങ്ങോട്ട് മേടിച്ചു പോകും. ഇതെങ്ങനെ യൂസ് ചെയ്യുന്ന അറിയത്തില്ല, ഓൺലൈൻ നോക്കണം. നീ എവിടെ ഇരിക്കും? ഓക്കെ ഓക്കെ. ഇത് അങ്ങനത്തെ പേനയൊന്നും അല്ല. അതെ, ലക്ഷങ്ങളുടെ പേന. ചാർജ് ഒക്കെ ചെയ്യണായിരിക്കും. എൻ്റെ മാനുവല എടുത്ത് നീ എടുത്ത് വേണ്ട പേന കണ്ടേ നോക്കിയത് എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. ചാർജിങ് ചെയ്യുന്നത് ചാർജ് ചെയ്യാനുള്ള ഫോട്ടോ ഒന്നും ഇല്ലല്ലോ. അയ്യോ, വേറെ എന്തെങ്കിലും സെറ്റപ്പ് ആണ്. നീ തെളിവൊന്നും എഴുതാൻ പറ്റുന്നില്ല, ചുമ്മാ മറ്റേ ആപ്പിൻ്റെ അകത്ത്. പണി വളയോ? മാനുവൽ നോക്കിട്ട് ചെയ്യട്ടെ. ചുമ്മാ അത് വർക്കാവും നോക്കിയോ. തെളിവ് എന്തെങ്കിലും തെളിവില്ല. എടുത്ത് ബ്ലാക്ക് എടുത്ത് അയ്യോ ചാർജ് ആണോടി? അല്ല, എന്നാൽ നോർമൽ എഴുതുമ്പോ വരണ്ടതാ. 8,000 രൂപയുടെ പേന. എന്തോ കുറച്ച് കഴിയുമ്പോ എന്തായാലും കേട്ടാ. എന്തോ ഉദ്ദേശിച്ച മോൻ? അതെന്താ സംഭവം? നന്ദിച്ചേട്ടന്റെ ഫോൺ എടുക്കും. ചിലപ്പോ നന്ദിച്ചേട്ടന്റെ ഫോണിൽ വർക്ക്ഔട്ട് ആവുമായിരിക്കും. ഇത് നോർമൽ ഫോണിൽ പറ്റില്ലായിരിക്കും. നോക്കിന്നാലും നന്ദൻ സത്യം പറഞ്ഞതാ, 2,000 രൂപയുടെ ആണെന്ന് പറഞ്ഞോണ്ട് കോട്ടയം ചന്തേന്ന് വാങ്ങിക്കും. സ്റ്റോറേജ്, ഡബിൾ ടാപ്പ് ടു ചേഞ്ച് മോഡ്സ്, ടച്ച് ഡബിൾ ടാപ്പ്, റീപ്ലേസ് ദ ടിപ്പ്. എന്താ ഉദ്ദേശം? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്?
നല്ല സാധനം എനിക്ക് മേടിച്ചാ. പൊട്ടിക്ക് നീ തുറക്ക്. ഇതേന് തൂക്കുന്ന പേന നോക്ക്. തൊഴിൽരഹിതയായ വരുമാനം നീ വരച്ച് തന്നെ ചെയ്യണമായിരുന്നു കേട്ടോ. നീ നോക്ക് പൊട്ടിക്ക്. യൂസ് ഉണ്ടോ നിനക്ക്? വരയ്ക്കല്ലേ? ഇതെങ്ങനെ ഒപ്പിച്ച്? അതൊക്കെ ഇങ്ങനെയല്ലോ ആയിക്കോട്ടെ. ഇതിന്റെ നടക്കണ്ടേ? അതില് ട്യൂഷനിൽ ആൾക്കാർ കൂട്ടണമെന്ന് ഞാൻ പറഞ്ഞു. ഉപകാരപ്പെടാം സാർ. ശരി, താഴെ കളല്. അത് എത്ര രൂപ ആയിക്കോട്ടെ? ഒന്ന് പറ. ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് താഴെ ഇടല്ലേ, എനിക്ക് അത്രേ ഉള്ളൂ. ഇല്ല, എനിക്ക് കണ്ടിട്ടാണ് എനിക്ക് ടെൻഷനാണെന്താ. സത്യമായിട്ട് എനിക്ക് ടെൻഷനായി. ഞാനിതൊന്ന് പേന വാങ്ങിക്കുന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്ത് എന്തെങ്കിലും സാധനം ഉണ്ടായിരിക്കും വിചാരിച്ച്. ഇതിനകത്തൊന്നും ഇല്ല. നീ എന്തെങ്കിലും പറയുമോ? നമ്മൾ ജിമ്മിച്ചേട്ടനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് വല്ലതും ആണോ ഇനി? അത് പൂക്കുള്ളത്. പൂക്കുള്ളത് സത്യമായിട്ട് നന്നാ. എനിക്ക് ടെൻഷനായിപ്പോയി. എന്താ എന്തിനായിരുന്നു എന്താ വേണ്ടായിരുന്നു എന്താ പൊട്ടിക്കണോ? നമുക്ക് മാർച്ച് വിറ്റാലോ? തുറക്ക്. ഇതിന് മറ്റേ ക്യാമറ ഒക്കെ ഉള്ള ടൈപ്പ് സാധനം എന്തിനാണെന്താ ഇങ്ങനെ ഇത്രയും വലിയ സാധനമൊക്കെ വാങ്ങിച്ചത്? അല്ല ഞാനേ പേന ഫോൺ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നു. പേന എവിടെ? മാഗ്നറ്റ് ഉണ്ടോ?